2023 ജൂൺ 5 തെലങ്കാനയിലെ ഹൈദരാബാദ്. 30 വയസ്സുള്ള അപ്സര തന്റെ അമ്മ അരുണയോടൊപ്പം ശംഷാബാദിൽ താമസിച്ചു വരികയാണ്. അവർക്ക് പതിവായി ക്ഷേത്രത്തിൽ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ സ്ഥിരമായി ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്താണ് 36 വയസ്സുള്ള ക്ഷേത്ര പൂജാരിയായ വെങ്കടസൂര്യ സായി കൃഷ്ണയുമായി അവൾക്കൊരു പരിചയം ഉണ്ടാകുന്നത്. 2022 അവർ തമ്മിൽ സൗഹൃദം ആരംഭിച്ചു. എല്ലാം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം അപ്രതീക്ഷിതമായി അപ്സര കാണാതായി. ജൂൺ 5 അപ്സരയുടെ അമ്മ അരുണയും കൃഷ്ണയും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് പരാതി നൽകി. പോലീസ് കൃഷ്ണയോട് ചോദിച്ചു, അപ്സരയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന്. അതിന് കൃഷ്ണ മറുപടി നൽകി, അപ്സര എൻ്റെ സഹോദരിയുടെ മകളാണ് എന്ന്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അപ്സരയുടെ അമ്മയെയും കൃഷ്ണയെയും വിശദമായി ചോദ്യം ചെയ്തു. നിങ്ങൾ അവസാനമായി നിങ്ങളുടെ മകളെ കണ്ടത് എപ്പോഴാണ് അവൾ കാണാതായത്? ഇങ്ങനെ ചോദ്യം തുടർന്നു. അതിന് അപ്സരയുടെ അമ്മ പറഞ്ഞത്, ജൂൺ 3 രാത്രി പരാതി നൽകാൻ തൻ്റെ കൂടെ വന്ന കൃഷ്ണയോടൊപ്പം അവൾ കോയമ്പത്തൂരിലേക്ക് പോകുന്നതായി പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഞാൻ അവസാനമായി അവളെ കണ്ടത്. ഇത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ പോലീസ് കൃഷ്ണയോട് ചോദിച്ചു. അതിനവൻ പറഞ്ഞത്, അതെ, ആ ദിവസം രാത്രി അപ്സര എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് പോയില്ല. അപ്രതീക്ഷിതമായി അവൾ പ്ലാൻ മാറ്റി സുഹൃത്തുക്കളോടൊപ്പം ഭദ്രാചലത്തിലേക്ക് പോകുന്നതായി അവൾ പറഞ്ഞു. അതിനാൽ ഞാൻ അവളെ എൻ്റെ കാറിൽ ബസ് സ്റ്റാൻഡിൽ ഇറക്കി. അവിടെ നിന്നും ഞാൻ വീട്ടിലേക്ക് തിരികെ പോയി. എന്നാൽ പോലീസ് കൃഷ്ണ നൽകിയ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ അവൻ പറഞ്ഞ സ്ഥലവും അപ്സരയുടെ മൊബൈൽ സിഗ്നൽ ലഭിച്ച സ്ഥലവും തമ്മിൽ പൊരുത്തപ്പെട്ടില്ല. അതുമാത്രമല്ല, കൃഷ്ണയെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ അവന്റെ മറുപടികൾ പരസ്പര വിരുദ്ധമായിരുന്നു. ഇത് പോലീസിന് സംശയം ഉണ്ടാക്കി. പിന്നീട് പോലീസ് അവരുടേതായ രീതിയിൽ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ പല ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. ഹൈദരാബാദിൽ നടന്ന ഈ ഒരു സംഭവം മുഴുവൻ തെലങ്കാനയെയും ഞെട്ടിപ്പിച്ചു. ഈ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. അപ്സരയുടെ സ്വദേശം കോയമ്പത്തൂർ ആയിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവിടെ തന്നെയുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ കാർത്തിക് രാജെ അവൾ വിവാഹം കഴിച്ചു. എന്നാൽ അവർ കരുതിയതുപോലെ ആ വിവാഹ ജീവിതം മുന്നോട്ട് പോയില്ല. അതിന് പ്രധാന കാരണം അപ്സരയുടെ അമ്മ അരുണയും അവരോടൊപ്പം തന്നെ താമസിച്ചു തുടങ്ങിയതാണ്. ഇത് കാർത്തികിന്റെ അമ്മയ്ക്കും സഹോദരിക്കും ഇഷ്ടമായില്ല. ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയപ്പോൾ അപ്സരയും അവളുടെ അമ്മയും ചേർന്ന് കാർത്തികിനെ തങ്ങൾ പറയുന്നതെല്ലാം ചെയ്യുന്ന ഒരു പാവയാക്കി മാറ്റി. അവനെ സ്വന്തം ഇഷ്ടാനുസരണം നിയന്ത്രിക്കാൻ തുടങ്ങി. ഇത് അവർ ഒരു അവസരമാക്കി എടുത്തു. അപ്സരയും അമ്മ അരുണയും ആഡംബര ജീവിതം നയിക്കാൻ തുടങ്ങി. വില കൂടിയ ഇറക്കുമതി വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസം, പാർട്ടികൾ, വില കൂടിയ കോസ്മെറ്റിക്സ് വാങ്ങൽ, ഇങ്ങനെ അവരുടെ ആഡംബര ചിലവുകൾ കൂടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അവരുടെ മുഴുവൻ ചിലവുകളുടെയും 25 ലക്ഷം രൂപയുടെ തുക കാർത്തികിന്റെ അക്കൗണ്ടിലെത്തി. അന്ന് കാർത്തികിന് 25 ലക്ഷം രൂപയുടെ ലോൺ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്സരയുടെയും അമ്മയുടെയും ആഡംബര ചിലവുകൾ കാരണം കാർത്തിക് ഈ ലോൺ അടയ്ക്കാൻ തുടങ്ങി. ഇത് കാർത്തികിന്റെ അമ്മയ്ക്ക് സഹിക്കാനായില്ല. ദേഷ്യത്തോടെ അവർ പറഞ്ഞു, ഇത് നിങ്ങൾ ചിലവാക്കിയ പണമാണ്, അത് നിങ്ങൾ തന്നെ അടയ്ക്കണം എന്ന്. ഇത് കേട്ട അപ്സരയും അമ്മ അരുണയും വേദനിച്ചു. അതിനുശേഷം അവർ ഒരു വ്യാജ പരാതി നൽകി. കാർത്തിക് അവളെ സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിക്കുന്നുവെന്ന്. ഇതിന്റെ ഫലമായി കാർത്തികിന് 15 ദിവസം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. കാർത്തിക് സ്ഥിരമായി ജയിലിലായാൽ തങ്ങൾക്ക് ആഡംബര ജീവിതം നയിക്കാൻ കഴിയില്ല എന്ന് അരുണ ഭയപ്പെട്ടു. അതുകൊണ്ട് അപ്സരയെ സിനിമ ഇൻഡസ്ട്രിയിൽ നായികയാക്കി വരുമാനം നേടാൻ അവൾ തീരുമാനിച്ചു. അതിനുവേണ്ടി തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള ചില ഡയറക്ടേഴ്സിനോട് അവസരം ചോദിച്ചു. പക്ഷേ ജീവിതത്തിൽ മാത്രമല്ല, നായികയെ തിരഞ്ഞെടുക്കുന്ന സ്ക്രീനിംഗ് ടെസ്റ്റിലും അപ്സര പരാജയപ്പെട്ടു. എങ്കിലും അവർ കരുതിയതുപോലെ കാർത്തിക് സ്ഥിരമായി ജയിലിലായില്ല. ജയിലിൽ നിന്നും മോചിതനായി വീട്ടിലെത്തിയ ശേഷം വല്ലാത്ത അപമാനം തോന്നി കാർത്തിക് ആത്മഹത്യ ചെയ്തു. ഈ ഒരു സംഭവം നടന്ന ശേഷം ആരും അറിയാതെ അപ്സരയും അമ്മ അരുണയും ഒറ്റ രാത്രിയിൽ തന്നെ ആ പ്രദേശം വിട്ട് ഹൈദരാബാദിലേക്ക് മാറി. ഹൈദരാബാദിലെത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ കൃഷ്ണയെ പരിചയപ്പെട്ടു. കൃഷ്ണ ഒരു ക്ഷേത്രത്തിലെ പൂജാരി മാത്രം അല്ല, അവൻ ഒരു MBA ബിരുദധാരിയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ 12 വർഷമായി ആ പ്രദേശത്ത് ക്ഷേത്ര നിർമ്മാണ കരാറുകാരനായി പ്രവർത്തിച്ചു. അവൻ നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അവയിൽ ഒരു ക്ഷേത്രത്തിൽ സ്വന്തം താല്പര്യപ്രകാരം പൂജാരിയായി സേവനം അനുഷ്ഠിച്ചു. ക്ഷേത്ര നിർമ്മാണത്തിനോ പരിപാലനത്തിനോ
പണം ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ കൃഷ്ണയുടെ ബന്ധു സ്വന്തം പണം നൽകാമെന്നും പറഞ്ഞിരുന്നു. 2023 ഏപ്രിലാണ് അപ്സരയും കൃഷ്ണയും ആദ്യമായി കണ്ടുമുട്ടിയത്. അതിനുശേഷം അവരുടെ ബന്ധം ഏറെ അടുത്തു. അവരിരുവരും ഇടയ്ക്കിടെ ടൂർ പോകുന്ന പതിവുണ്ടായിരുന്നു. അപ്സര ഒരു തവണ അബോർഷൻ നടത്തിയതായും പറയുന്നു. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടെ 2023 മാർച്ചിൽ അപ്സര വാട്സപ്പ് വഴി കൃഷ്ണയോട് വിവാഹ അഭ്യർത്ഥന നടത്തി. കൃഷ്ണ ഇതിനകം വിവാഹിതനും ഒരു മകന്റെ അച്ഛനുമായിരുന്നു. ഇതെല്ലാം അറിയാവുന്ന അവൾ അവനെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ കൃഷ്ണയ്ക്ക് അപ്സരയെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഇതവൻ പറഞ്ഞപ്പോൾ അപ്സര അവനെ ഭീഷണിപ്പെടുത്തി. നീ എന്നെ വിവാഹം ചെയ്യാത്ത പക്ഷം നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ഞാൻ എല്ലാവരെയും അറിയിക്കും, നിന്നെ അപമാനിക്കും എന്നവൾ പറഞ്ഞു. ഇതിലൂടെ സമൂഹത്തിലുള്ള അവന്റെ നല്ല പേര് നശിക്കാനും ബന്ധുക്കളുടെ മുന്നിൽ അപമാനിക്കപ്പെടാനും സാധ്യതയുണ്ടായിരുന്നു. അതിനാൽ കൃഷ്ണ വലിയൊരു മാനസിക സമ്മർദ്ദത്തിലായി. ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവന്റെ മനസ്സിൽ ക്രൂരമായൊരു ചിന്ത വന്നു. ഈ പ്രശ്നത്തിന്റെ എല്ലാം അവസാനം കുറിക്കണമെങ്കിൽ അപ്സര ഇല്ലാതാകണം, അവളെ കൊല്ലണം എന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി അവൻ ഇന്റർനെറ്റിൽ സഹായം തേടി. ഒരാളെ എങ്ങനെ കൊല്ലാമെന്ന് ഗൂഗിളിൽ തിരഞ്ഞു. അതേസമയം അപ്സരയുടെ സമ്മർദ്ദവും ഭീഷണിയും കൂടി വരികയായിരുന്നു. കൊല്ലണം എന്ന് തീരുമാനിച്ചെങ്കിലും എങ്ങനെ, എവിടെ എന്നത് അവന് വ്യക്തമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃഷ്ണ കാത്തിരുന്ന അവസരം ലഭിച്ചത്. ജൂൺ മാസം 3-ാം തീയതി അപ്സര കൃഷ്ണയെ ഫോൺ വിളിച്ചു. നമ്മൾ ഒരുപാട് നാളായി ടൂറ് പോയിട്ട് അല്ലേ, കോയമ്പത്തൂരിലേക്ക് പോകാമോ എന്നവൾ ചോദിച്ചു. കൃഷ്ണ ഉടനെ സമ്മതിച്ചു. ഇന്ന് തന്നെ പോകാമെന്നും പറഞ്ഞു. അവളോട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. രാത്രി ഏകദേശം 8:15 അവൻ തൻ്റെ കാറിൽ അപ്സരയെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ അപ്സര കരുതിയതുപോലെ അവർ കോയമ്പത്തൂരിലേക്ക് പോയില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്തതായി അവൻ അവളെ വിശ്വസിപ്പിച്ചു. വഴിമധ്യേ അവർ ഭക്ഷണം കഴിച്ചു. ആ സമയത്ത് കൃഷ്ണ അവളുടെ ഭക്ഷണത്തിൽ ഉറക്കമരുന്ന് കലർത്തി. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ കാറിൽ കയറിയ അപ്സരയ്ക്ക് തലകറക്കമുണ്ടായി. ഇതിനകം രാത്രി ഏറെ വൈകിയിരുന്നു. അപ്സരയ്ക്ക് അസ്വസ്ഥതയുണ്ടെന്ന കാരണത്താൽ കോയമ്പത്തൂർ യാത്ര റദ്ദാക്കി വീട്ടിലേക്ക് മടങ്ങാമോ എന്ന് കൃഷ്ണ ചോദിച്ചു. അപ്സര അതിന് സമ്മതിച്ചു. ശംഷാബാദിലേക്ക് മടങ്ങുന്ന വഴിയിൽ അപ്സര നല്ല ഉറക്കത്തിലായിരുന്നു. കാർ ഓടിച്ചുകൊണ്ടിരുന്ന കൃഷ്ണ സുൽത്താൻ പള്ളി എന്ന ഗ്രാമത്തിലെത്തി. അവിടെ അവന് സ്വന്തമായി ഒരു പശു വളർത്തൽ ശാല ഉണ്ടായിരുന്നു. കാർ അവിടേക്ക് കൊണ്ടുപോയി. സമയം പുലർച്ചെ കൃത്യം 4 മണി. ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് കാർ നിർത്തി. കാറിൽ നിന്നും ഒരു വലിയ പ്ലാസ്റ്റിക് കവർ എടുത്തു. ഉറക്കത്തിലായിരുന്ന അപ്സരയുടെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. ശ്വാസം മുട്ടിയ അപ്സര ഉണർന്നു. അവൾ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച് കൃഷ്ണയെ എതിർത്തു. അവൾ നിലവിളിക്കുമോ എന്ന ഭയത്തിൽ കൃഷ്ണ ചുറ്റും എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു. അവിടെ അവനൊരു വലിയ കല്ല് കിട്ടി. അപ്സരയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ അവൻ ആ കല്ലുകൊണ്ട് അവളെ ആക്രമിച്ചു. ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അപ്സര മരണപ്പെട്ടു. അപ്സര മരിച്ചതിന് ശേഷം കൃഷ്ണ അതിവേഗത്തിൽ ആ മൃതദേഹം പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞു. അത് തൻ്റെ കാർ ഡിക്കിയിൽ വെച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പാർട്ട്മെന്റിലെ പാർക്കിങ്ങിൽ കാർ നിർത്തി. ഒന്നും അറിയാത്തവനെ പോലെ പെരുമാറി. ജൂൺ 5-ന് അവൻ അപ്സരയുടെ അമ്മയായ അരുണയെ വിളിച്ചു. നിങ്ങളുടെ മകൾ എനിക്കൊപ്പം കോയമ്പത്തൂരിലേക്ക് വന്നില്ല. പ്ലാൻ അപ്രതീക്ഷിതമായി ക്യാൻസലായി. അവൾ സുഹൃത്തുക്കളോടൊപ്പം പുറത്തേക്ക് പോയി. സുരക്ഷിതമായി എത്തിയോ എന്നറിയാൻ ഞാൻ പലവട്ടം വിളിച്ചു. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇതിനുശേഷമാണ് ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അപ്സരയുടെ അമ്മയും കൃഷ്ണയും ചേർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മിസ്സിംഗ് പരാതി നൽകിയത്. പരാതി നൽകി തിരികെ മടങ്ങിയ കൃഷ്ണയുടെ കാറിൽ നിന്നും കഠിനമായ ദുർഗന്ധം വരാൻ തുടങ്ങി. കാരണം അപ്സരയുടെ മൃതദേഹം അപ്പോഴും കാറിന്റെ ഡിക്കിയിൽ തന്നെയുണ്ട്. ആദ്യം മൃതദേഹം ഒഴിവാക്കണമെന്ന് കൃഷ്ണ തീരുമാനിച്ചിരുന്നു. അന്നത്തെ ദിവസം വൈകുന്നേരം സരോർ നഗറിലെ സബ് രജിസ്റ്റർ ഓഫീസിന് സമീപം ആളുകൾ അധികം വരാത്ത ഒരു പ്രദേശത്ത് അവിടെ ഒരു ഡ്രെയിനേജ് ഉണ്ടായിരുന്നു. അത് തുറന്ന് അപ്സരയുടെ മൃതദേഹം അതിനുള്ളിലേക്കിട്ടു. ജൂൺ 6-ന് വീണ്ടും അവിടെ എത്തി. മൃതദേഹം അകത്ത് വെച്ച് തന്നെ വേഗത്തിൽ അഴുകിപ്പോകാൻ ഇന്റർനെറ്റിൽ കണ്ട ചില മാർഗങ്ങളും അവൻ ഉപയോഗിച്ചു. ദുർഗന്ധം പുറത്തേക്ക് വരാതിരിക്കാനായി തൊഴിലാളികളുടെ സഹായത്തോടു കൂടി തന്നെ ആ മാൻഹോൾ കോൺക്രീറ്റ് കൊണ്ട് പൂർണ്ണമായും അടച്ചു. കൃഷ്ണ ഒരു കോൺട്രാക്ടർ ആയതിനാൽ മണൽ കൊണ്ടുവന്നവർക്കും മാൻഹോൾ കോൺക്രീറ്റ് കൊണ്ട് അടച്ച തൊഴിലാളികൾക്കും ഒരു സംശയവും തോന്നിയില്ല. അവരുടെ ധാരണയിൽ എന്തെങ്കിലും മൃഗം അബദ്ധത്തിൽ അതിലേക്ക് വീണതായിരിക്കും എന്ന് തോന്നിയിരിക്കാം. അത് കൃഷ്ണ നിർമ്മിച്ച ക്ഷേത്രത്തിന് പുറകിലുള്ള സ്ഥലമായതിനാൽ അവൻ സാമൂഹിക സേവനമോ ദുർഗന്ധം നീക്കാനുള്ള പ്രവൃത്തിയോ ചെയ്യുകയാണെന്ന് കണ്ടവർ കരുതി. ഇതെല്ലാം ചെയ്ത ശേഷം തൊഴിലാളികൾ അവിടെ നിന്നും പോയി. പിന്നീട് അപ്സരയുടെ ഹാൻഡ് ബാഗും ലഗേജും അവിടെ തന്നെ വെച്ച് കത്തിച്ചു. കത്തിക്കുന്ന സമയത്ത് ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നവൻ ചുറ്റും നോക്കി. പക്ഷെ അവിടെ അവനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവൻ കാറുമായി പോയി കാർ വാഷ് നടത്തി. അവിടെ നിന്നും നേരെ വീട്ടിലേക്ക് പോയി.
പോലീസ് കൃഷ്ണയെ സംശയിക്കാൻ കാരണമെന്തെന്നാൽ പരാതി നൽകിയ ദിവസത്തെ എല്ലാ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. എന്നാൽ തുടക്കത്തിൽ ശരിയായ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അപ്സരയുടെ അമ്മ എന്നോട് പറയാതെ എൻ്റെ മകൾ എവിടെയും പോകില്ല എന്ന് വളരെ ഉറപ്പോടെ പറഞ്ഞു. അതെനിക്ക് നന്നായി അറിയാമെന്നും അവർ പറഞ്ഞു. ഇതോടെ പോലീസ് വീണ്ടും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇത്തവണ ശ്രദ്ധിച്ചത് ജൂൺ 3-ാം തീയതി രാത്രി ശംഷാബാദിൽ നിന്നും പുറപ്പെട്ട കാർ കൃഷ്ണ പറഞ്ഞതുപോലെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ടില്ല. ഇതോടെ പോലീസ് കൃഷ്ണയെ സംശയിച്ചു. കൂടുതൽ അന്വേഷണം തുടങ്ങി. അന്വേഷണത്തിനിടെ കൃഷ്ണ കുറ്റം സമ്മതിക്കുകയും ഓരോ കാര്യങ്ങളായി പറയുകയും ചെയ്തു. പോലീസ് കൃഷ്ണ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. കൃഷ്ണ പോലീസിനോട് പറഞ്ഞത് ഇതാണ്: കഴിഞ്ഞ 3 മാസമായി അപ്സര എന്നെ മാനസികമായി ടോർച്ചർ ചെയ്യുകയാണ്. നീ എന്നെ വിവാഹം ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരു ഡെത്ത് നോട്ട് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. തുടർച്ചയായി അവൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു. ഇതിനുശേഷം JCB ഉപയോഗിച്ച് അപ്സരയുടെ മൃതദേഹം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവളുടെ മൃതദേഹം അവളുടെ അമ്മ അരുണയ്ക്ക് കൈമാറി. അപ്സരയുടെ കൊലപാതക വാർത്ത TV-യിൽ വന്നതിന് ശേഷം അപ്സരയുടെ ആദ്യ ഭർത്താവ് കാർത്തികിന്റെ അമ്മ അപ്സരയുടെയും അവളുടെ അമ്മയുടെയും മുൻ ജീവിതത്തെക്കുറിച്ച് ഹൈദരാബാദ് പോലീസിനെ അറിയിച്ചു. എൻ്റെ മകന്റെ മരണത്തിന് അവർ തന്നെയാണ് ഉത്തരവാദികൾ എന്നും അവർ പറഞ്ഞു. കൂടാതെ അവർക്കെതിരെ പരാതി നൽകുമെന്നും ഇവർ അറിയിച്ചു. ഈ കേസിലൂടെ എനിക്ക് പറയാനുള്ളത്, മാനസിക സമ്മർദ്ദം ചെലുത്തി ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നത് അവസാനം ദുരന്തത്തിലേക്ക് തന്നെ നയിക്കും. ഒരു നിമിഷത്തെ ക്രൂര തീരുമാനം പലരുടെയും ജീവിതം ശാശ്വതമായി തകർക്കും. ഇത്ര ചാതുര്യത്തോടെ മറച്ചുവെച്ചാലും സത്യം ഒരു നാൾ പുറത്ത് വരിക തന്നെ ചെയ്യും. ഈ മനുഷ്യന്റെ അമിതമായ ആഗ്രഹങ്ങളും സാമ്പത്തിക ഉത്തരവാദിത്വം ഇല്ലായ്മയും എല്ലാം ബന്ധങ്ങളെ തകർക്കുക തന്നെ ചെയ്യും. ഏത് ബന്ധമായാലും അതിൽ പ്രശ്നമുണ്ടെങ്കിൽ വേർപിരിയൽ, കൗൺസിലിംഗ്, നിയമസഹായം ഇതൊക്കെയാണ് ശരിയായ മാർഗം. കുറ്റകൃത്യം ഒരിക്കലും ഒരു പരിഹാരമേ അല്ല. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇതുവരെയും വീഡിയോ ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഒക്കെ മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.